രാഷ്ട്രീയം ചെയ്യേണ്ടതും ഒരു MLA ആവേണ്ടതും ഒരു MP ആവേണ്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനാണ് ജനങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഏറ്റെടുക്കും MSK നഗറിൻ്റെ വികസനം. 5 കൊല്ലത്തിൽ ഇവിടുത്തെ മൂച്ചായങ്ങൾ മാറ്റും. ഇവിടെല്ലാം വരുമ്പോൾ MSK നഗർ വരുമ്പോൾ കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം 10 കൊല്ലമായി ഇവിടെ ഇരിക്കുന്നൊരു MLA അതിൻ്റെ മുമ്പ് മേയറായിരുന്നു. എന്തെല്ലാം ഇവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ 10-15 കൊല്ലം മുമ്പേ ഉണ്ടായിരുന്നു, അത് ഇന്നും അതുപോലെ തന്നെ 40 കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങളാണ് നമുക്കെല്ലാവരും കാണാൻ കഴിയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ വളരെ സങ്കടമുണ്ട്. രാഷ്ട്രീയം ചെയ്യേണ്ടതും ഒരു MLA ആവേണ്ടതും ഒരു MP ആവേണ്ടതും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനാണ്. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഞങ്ങളിതെല്ലാം ചെയ്യുന്നതും മത്സരിക്കുന്നതും എന്തിനു വേണ്ടി? ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ഞങ്ങളത് പരിഹരിക്കും. പക്ഷേ ഇവിടെ എന്താ കാണുന്നത്? 45 കൊല്ലം 50 കൊല്ലമായി അതുപോലെ തന്നെ ജനങ്ങൾ ജീവിക്കുന്നു. കുടിവെള്ളം, വീട്, പട്ടയം ഇതൊന്നും ഇല്ലാണ്ട്, പിന്നെ ഡ്രെയിനേജ് ഇതൊന്നും ഇല്ലാണ്ട് ഇതിപ്പോൾ ഈ MSK നഗർ എന്ന് പറഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ 4 കിലോമീറ്റർ ദൂരം മന്ത്രിയായിരുന്നു ഇവിടുത്തെ MLA. എന്നിട്ടും ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഇവിടെ കാണുന്നത് ഫ്ലെക്സ് 30 ലക്ഷം അനുവദിച്ചു, 1 കോടി അനുവദിച്ചു. പിന്നെ അനുവദിച്ച കാശ് അവിടെ പോയി. കാശ് ചെലവാക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് പോകുന്നത് ആ കാശ്? കാരണം ഇവിടെ വികസനമൊന്നും നടക്കുന്നില്ല. ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, എന്നെ ഒരു MLA ആക്കിയാൽ ജനങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ ഞാൻ ഏറ്റെടുക്കും MSK നഗറിൻ്റെ വികസനം. 5 കൊല്ലത്തിൽ ഇവിടുത്തെ മൂച്ചായങ്ങൾ മാറ്റും. വീടുകൾ, കുടിവെള്ളം, റോഡ്, ഡ്രെയിനേജ് ഇതെല്ലാം ചെയ്യാൻ ഞാൻ 5 കൊല്ലം അധ്വാനിച്ച് ഇവിടെ ഒരു നല്ല മാറ്റം കൊണ്ടുവരും. അതാണ് ഞാൻ ഇന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു അവസരം തരണം BJPക്ക്. അവർ മാറി കൊടുത്ത അവസരങ്ങളല്ലേ CPM-നും കോൺഗ്രസിനും ഒന്നും കിട്ടിയില്ലല്ലോ. ഇനി BJPക്ക് ഒരു അവസരം തന്നാൽ ഞങ്ങൾ ഇതെല്ലാം മാറ്റും. ാനും തൊഴിൽ നേടാനും. അപ്പോൾ ഇതെല്ലാം മാറ്റണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ടി ഞങ്ങളൊരു ഓൾട്ടർനേറ്റ് ആണെന്ന് ഞങ്ങൾ കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു. ബാക്കി CPM-ഉം കോൺഗ്രസ് എന്ത് പറയുന്നു ജനങ്ങൾ തന്നെ അത് കേട്ടോട്ടെ, മനസ്സിലാക്കിക്കോട്ടെ.